ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു ചിക്കൻ ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടും കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് സോയാ സോസാണ്. സോയാ സോസും 1 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മുട്ടയുടെ വെള്ള കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കണം. കട്ടി കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്ത ചിക്കനാണിത്. ഇത് ഏകദേശം ഒരു 300 ഗ്രാം വരും. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു തവ ചൂടാക്കി അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഈ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഈ ചിക്കൻ ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുക്കണം. ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് അധികം മൂത്ത് പോവാതെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു സോസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി വേറൊരു തവ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത
ഓയിൽ തന്നെ മതി. ആ ഓയിലിന് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഫ്ലേക്സ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ചില്ലി ഫ്ലേക്സ് ആണ്. നമ്മുടെ സാധാരണ ഉണക്കമുളക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത ശേഷം മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ടീസ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് സോയാ സോസ് ആണ്. സോയാ സോസ് ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ആയാലും മതി. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സോസിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സോയാ സോസിനും ടൊമാറ്റോ സോസിനും ഉപ്പുണ്ടാകും. അപ്പോൾ അത് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ആ പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റി കൊടുത്തതിന് ശേഷം ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് മാറും. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കനിൽ ഈ സോസ് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടെ തന്നെ സ്പ്രിംഗ് ഓണിയൻ ഒന്ന് വെതറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.